നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിലെടുത്ത ശബ്ദതരംഗങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തതെന്ന് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ദോലനം എന്താണെന്ന് പറഞ്ഞു, ആയതി പഠിച്ചു, പീരിയഡ്സ് പഠിച്ചു, ആവൃത്തി പഠിച്ചു. ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻസും പിന്നെ അതേപോലെ അതിന് ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ വന്നിരുന്നല്ലോ. അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കണ്ട് മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ബാക്കി പഠിക്കാം. അപ്പോൾ ഇതിനും മുന്നേ പഠിച്ചതിനെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ഐഡിയ വേണം, എന്നാലേ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലാസ് എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ടൊക്കെ ഓർത്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിലോ ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ്സിലോ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഉടനെ തന്നെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദോലനത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞല്ലോ, സിമ്പിൾ പെൻഡുലം. അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ഫിഗറാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ പെൻഡുലത്തിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ താഴത്തേക്ക് ഒരു ഈ ലെങ്ത്ത് നൂലിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊരു സ്റ്റാൻഡാണത്. ആൻഡ് ആ നൂലിൻ്റെ ഒരു ടിപ്പിൽ ഒരു ബോളും ഉണ്ടാവും. ഇങ്ങനെയാണ് സിമ്പിൾ പെൻഡുലം വരുന്നത്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നൂല് പറഞ്ഞല്ലോ, നൂലിൻ്റെ ആ ലെങ്ത്ത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെങ്ത്തിൽ നമ്മൾ ഈ നൂലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പീരിയഡും അതേപോലെ ആവൃത്തിയൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഇങ്ങനെ പരീക്ഷണം പറഞ്ഞു തരാം. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ബോക്സിൽ ഫസ്റ്റത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് പെൻഡുലത്തിൻ്റെ നീളം, അതിൽ 25, 60, 100 നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ അടുത്ത കോളത്തിൽ വരുന്നത് 10 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം, പിന്നെ അടുത്ത കോളത്തിൽ വരുന്നത് പീരിയഡ്, അതിൻ്റെ അടുത്ത കോളത്തിൽ വരുന്നത് ആവൃത്തി. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് സിമ്പിൾ പെൻഡുലം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്കെയിൽ വേണം, അതായത് നമുക്ക് 25, 60, 100 എന്നുള്ള ലെങ്ത്തിൽ ഇങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു സ്റ്റോപ്പ് വാച്ച്, അതായത് ഈ സമയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് വാച്ചും എടുത്തിട്ടുണ്ട്. നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു പെൻഡുലത്തിൻ്റെ ആ നൂലിൻ്റെ ലെങ്ത്ത് എത്രയാക്കും, നമ്മൾ 25 സെൻറ്റിമീറ്റർ ആക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോൾ ഉണ്ടല്ലോ, അത് കുറച്ചിങ്ങനെ വലിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ ദോലനം ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ആ ദോലനം തുടങ്ങുന്ന കൃത്യസമയത്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 10 ദോലനങ്ങളാവുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എത്ര സമയമാണ് വന്ന് അത് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതും. എന്നിട്ട് പീരിയഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പീരിയഡ് കാൽക്കുലേറ്റ് എങ്ങനെ, ആകെ സമയം ഹരിക്കണം ദോലനങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ആകെ സമയം നമുക്ക് എത്ര വന്നിരിക്കണത്, നമ്മളിപ്പോൾ സ്റ്റോപ്പ് വാച്ചിൽ എത്ര വന്നത്, ആ ഒരു സംഖ്യയാണ് ആകെ സമയം. ദോലനങ്ങളുടെ എണ്ണം നമ്മൾ 10 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയമാണല്ലോ എടുത്തിരിക്കണം. അപ്പോൾ ദോലനങ്ങളുടെ എണ്ണം എത്രയാണ്, 10. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പീരിയഡ് കിട്ടും. അതേപോലെ തന്നെ ആദ്യം ദോലനങ്ങളുടെ എണ്ണം എഴുതിയിട്ട് നമുക്ക് അതിനെടുത്ത സമയം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവൃത്തിയും കിട്ടും. അപ്പം ഇങ്ങനെ അടുത്ത ലെങ്ത്ത് 60 ആക്കിയിട്ടും പിന്നത്തെ ലെങ്ത്ത് 100 ആക്കിയിട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഇനി വെച്ചാൽ ഇത് വെച്ചിട്ടുള്ള റിസൾട്ട്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തത് എങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഐഡിയ ക്ലിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സിമ്പിൾ പെൻഡുലം നമ്മളൊരു ഊഞ്ഞാലയാണ് ഇമേജിൻ ചെയ്യുക. ഓക്കെ, ഊഞ്ഞാലയെന്ന് ഇമേജിൻ ചെയ്യുക. അപ്പോൾ നമ്മളൊരു മാവിൻ്റെ മുകളിലൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളെങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ, ഈ ഊഞ്ഞാല ഭയങ്കര ചെറുതാക്കിയിട്ടാണ് കെട്ടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കൊമ്പിലൊക്കെ കുഞ്ഞു ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുക്കുമല്ലോ, അങ്ങനെ കെട്ടിക്കണം വിചാരിക്കുക. അതേപോലെ തന്നെ നമുക്കൊക്കെ ആടാൻ വേണ്ടിയിട്ട് വലിയ ഊഞ്ഞാലും കെട്ടിയിട്ടുണ്ട് വിചാരിക്കുക. ഏതിനായിരിക്കും ആവൃത്തി കൂടുതലുണ്ടാവുക, അതായത് നീളം കൂടിയതിനാണോ നീളം കുറഞ്ഞതിനാണോ ആവൃത്തി കൂടുതലുണ്ടാവുക, അതായത് കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ ദോലനം ചെയ്യണത് ഏത് ഊഞ്ഞാലയായിരിക്കും. അപ്പോൾ ഉത്തരം വരെ നമ്മൾ വലിയതാക്കി കെട്ടിയില്ല, വലിയ ഊഞ്ഞാല, അതിനായിരിക്കും ആവൃത്തി കുറവുണ്ടാവുക. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യട്ടോ. അതായത് നമ്മൾ വലിയ ഊഞ്ഞാലയിൽ ഇരുന്നിട്ടും ഒരാൾ ചെറിയ ഊഞ്ഞാലയിൽ ഇരുന്നിട്ടും ഇങ്ങനെ ആടുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഈ ചെറിയ ഊഞ്ഞാലയിൽ പോകാൻ പറ്റുന്ന ദൂരത്തിൻ്റെ ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അതെന്താണ് കുറഞ്ഞ ദൂരം ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു നിശ്ചിത ടൈമിൽ നമുക്ക് കുറേ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ വലിയ ഊഞ്ഞാലയിൽ നമുക്ക് എന്താ കുറച്ചും കൂടി ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്യാം. നമ്മൾ ഭയങ്കര മുകളിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ നമ്മളല്ല ആടുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച്, അതായത് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് ആടാൻ പറ്റുള്ളൂ. ആ ഒരു സംഭവമാണ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ റിസൾട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ പീരീഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട ബോക്സിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോയിട്ടോ. അതിൽ ആ ബോക്സിൽ പീരീഡിൻ്റെയും ആവൃത്തിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ വന്നിരിക്കുന്നത്? ആകെ സമയം ഹരിക്കണം ദോലനങ്ങളുടെ എണ്ണം. ആവൃത്തിൻ്റെ ഇക്വേഷനോ ദോലനങ്ങളുടെ എണ്ണം ഹരിക്കണം സമയം. അതായത് പീരീഡ് ആവൃത്തിൻ്റെ റെസിപ്രോക്കലാണ്. അതേപോലെ തന്നെ ആവൃത്തി എന്താണ്? പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരിക? ആവൃത്തി = 1/, പീരീഡ് എന്നോ അല്ലെങ്കിൽ പീരീഡ് = 1/, ആവൃത്തി എന്നോ എന്ന് പറയാം. അപ്പോൾ ഇതെന്താണ്? ഈ ആവൃത്തിയും പീരീഡും നെഗറ്റീവ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുകയും ആവൃത്തി കൂടുമ്പോൾ പീരീഡ് കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മളെന്താ ഇത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു പുതിയ എക്യുപ്മെൻറ്റ് പഠിക്കാൻ പോവാണ്. അതാണ് ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ, ഞാൻ ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ ഇങ്ങനെ അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലുള്ള ട്യൂണിംഗ് ഫോക്സ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഈ എല്ലാ ട്യൂണിംഗ് ഫോർക്കും നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ഒരു ട്യൂണിംഗ് ഫോർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ, ആ പിടിക്കുന്ന ഒരു പോർഷൻ, ആ പിടിക്കുന്ന പോർഷനിൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇങ്ങനെ ഓരോ നമ്പർ 256, 512 ഇങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മേടി കൊടുക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെറുതെ തട്ടിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ കമ്പനി ചെയ്യും. അതായത് ഇങ്ങനെ നമ്മൾ ചെവിൻ്റെ ഒക്കെ അടുത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലേ നമുക്കിങ്ങനെ ഒരു സൗണ്ട് കേൾക്കും. അതായത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ അതിങ്ങനെ കമ്പനം ചെയ്യാണ്. ഈ കമ്പനം ചെയ്യുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടല്ലോ, ട്യൂണിംഗ് ഫോർക്കിൽ ഏത് നമ്പറാണോ അതിൻ്റെ തണ്ടുമ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 512 ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ തണ്ടിൽ കൊടുത്തിരിക്കണേ എന്നുണ്ടെങ്കിൽ ആ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഒരു സെക്കൻഡിൽ 512 തവണ കമ്പനം ചെയ്യും. അതാണ് നമുക്കിങ്ങനെ ആ ഒരു സൗണ്ട്, അതായത് ആ ഒരു സെക്കൻഡ് ടൈമിൽ 512 തവണ ഇങ്ങനെ കമ്പനി ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ എത്ര സ്പീഡിലായിരിക്കും അതിങ്ങനെ ആവണത്. അതുകൊണ്ടാണ് ആ ഒരു സൗണ്ടും വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ, ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ തണ്ടിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആവൃത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ വേറെ ട്യൂണിംഗ് ഫോർക്കാണ് നമ്മൾ എടുത്ത് നോക്കണേ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ആവൃത്തിയും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്യൂണിംഗ് ഫോർക്ക് സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിക്കുമ്പോൾ അത് വേറെ വേറെ ട്യൂണിംഗ് ഫോർക്കാണെങ്കിൽ അത് ഡിഫറെൻറ്റ് ആവൃത്തിയിൽ കമ്പനം ചെയ്യും. അപ്പോൾ ഇതിന് നമ്മളൊരു പേര് പറയും, സ്വാഭാവിക ആവൃത്തി എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ഈ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ 512 ഹെർട്സുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഒരു സെക്കൻഡിൽ 512 തവണ കമ്പനം ചെയ്യും. ആ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്നതാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി. ആ ഒരു ആവൃത്തിനെ നമ്മൾ സ്വാഭാവിക ആവൃത്തി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തി 512 ഹെർട്സാണ്. അപ്പോൾ ഇത് ഈ ഒരു 512 ഹെർട്സിൽ മാത്രമേ ഇത് കമ്പനം ചെയ്യുള്ളൂ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ അതിനെ ഇതാക്കിയിട്ട് വരുന്നിട്ടുള്ളൊരു സംഭവമാണ് ഇനി നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അതിന് മുന്നേ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടോ. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു സ്പൂൺ എടുക്കണ്, ഒരു സ്കെയില്, അതേപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ആവൃത്തി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആവൃത്തിയിൽ ഇതിങ്ങനെ കമ്പനം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വസ്തുവിൻ്റെ നീളം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും ഇരുമ്പിൻ്റെ സ്കെയിലേ അതേപോലെ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും എടുത്തു. എന്നിട്ട് ഇത് രണ്ടും
കമ്പനി ചെയ്യിച്ച് നോക്കുമ്പോൾ ബെൻഡിങ് കമ്പനി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നീളം കുറഞ്ഞ സ്കെയിലിൻ്റെ ആവൃത്തി കൂടുതലും നീളം കൂടിയ സ്കെയിലിൻ്റെ ആവൃത്തി എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് അതിൻ്റെ വലുപ്പമാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പറയുന്നത് ഇലാസ്തികത. ലാസ്റ്റ് അല്ല, ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 4 പഠിക്കണുള്ളൂ. ഒന്ന് വസ്തുവിൻ്റെ നീളം, ഒന്ന് വലുപ്പം, ഇലാസ്തികത, പിന്നെ പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയും കേട്ടോ. അപ്പോൾ ഇത്രയും 4 നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം പറയാം. അതായത് എല്ലാ വസ്തുവും അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കും കമ്പനം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്ത് നോക്കുന്നത്. എക്സ്പെരിമെൻ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഒരു ട്യൂണിങ് ഫോർക്ക് എടുത്തു. ഏതെങ്കിലും ഒരു ആവൃത്തിയിൽ, ഏതായാലും കുഴപ്പമില്ല. നമ്മളൊരു ട്യൂണിങ് ഫോർക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിപ്പിച്ചിട്ട്, അതായത് ഒന്ന് മേടി കൊടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെറുതെ തട്ടി കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ സൗണ്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അതായത് ആ ട്യൂണിങ് ഫോർക്കിൻ്റെ അതിങ്ങനെ കമ്പനം ചെയ്യുന്ന സൗണ്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് നമ്മളൊരു മേശപ്പുറത്ത്, അതിൻ്റെ ആ തണ്ട് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ വരുന്ന സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായിരിക്കും വരിക, ഇങ്ങനെ റിസൾട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിതിങ്ങനെ മേശപ്പുറത്ത് വെക്കുമ്പോൾ സൗണ്ട് കൂടും. അതായത് ആ കമ്പനത്തിൻ്റെ സൗണ്ട് നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തതിനേക്കാളും കൂടുതൽ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രണോദിത കമ്പനമാണ്. ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. അതായത് നമ്മൾ ട്യൂണിങ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് നമ്മൾ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഈ ട്യൂണിങ് ഫോർക്കിൻ്റെ പ്രേരണ മൂലം, ഈ ട്യൂണിങ് ഫോർക്ക് കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ, ഇതിൻ്റെ പ്രേരണ മൂലം നമ്മൾ ഈ മേശ കമ്പനം ചെയ്യാണ്. ഓക്കെ, മേശ കമ്പനം ചെയ്യാണ്. അതിൻ്റെ പേരാണ് പ്രണോദിത കമ്പനം. അപ്പോൾ ഇതിന് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിളും കൂടി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 17 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരേപോലത്തെ 3 ഹെക്സോബ്ലേഡ് കഷ്ണങ്ങളും 13 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരേപോലത്തെ 3 ഹെക്സോബ്ലേഡ് കഷ്ണങ്ങളും 2 തടിക്കഷ്ണങ്ങൾക്കിടയിൽ ഉറപ്പിച്ചിരിക്കുക. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിങ്ങനെയാണ് ആ ഒരു സെറ്റ് വരുന്നത്. പിന്നെ ആൾട്ടർനേറ്റ് ആയിട്ട് നീളം കൂടുതൽ നീളം കുറഞ്ഞത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ഹാക്സോബ്ലേഡ് ഇല്ലേ, അത് നമ്മൾ വെറുതെ വിരൽ കൊണ്ട് തട്ടിയിട്ടൊന്ന് ഉത്തേജിപ്പിക്കുക. അപ്പോൾ എന്താ സംഭവിക്കണത്? എൻ്റെ ഉത്തരം വരിക എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെ പറയുന്ന ഈ 6 ബ്ലേഡുകളും കമ്പനം ചെയ്യും. എ കമ്പനം ചെയ്യിച്ചാൽ ബാക്കി 5ഉം കമ്പനം ചെയ്യും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലാണോ കമ്പനം ചെയ്യുന്നത്? അപ്പോൾ ഉത്തരം അല്ല എന്നാണ്. ഇതിൻ്റെ എൻ്റെ ലെങ്ത്ത് അല്ല ബിക്കുള്ളത്, ബീൻ്റെ ലെങ്ത്ത് അല്ല സിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തായിരിക്കും, ഇതിൻ്റെ ഒന്നും ആയത് സെയിം ആവില്ല. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തവ ഏതെല്ലാമാണ്? അപ്പോൾ ഇതിൽ എ കമ്പനം ചെയ്യിച്ചപ്പോൾ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുക സിയും ഇയും ആയിരിക്കും. ഇതിനുള്ള ആ ഒരു കാരണം നമ്മൾ ഇനി പിന്നീട് പറയണതാണ്. അതായത് അതിനൊക്കെ ഒരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് സ്റ്റേബിളാക്കാൻ, അതൊക്കെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം, ഒക്കെ സ്റ്റഡി ആയതിനു ശേഷം ഈ സെയിം പ്രൊസീജിയർ, അതായത് നേരത്തെ നമ്മൾ എ ആണല്ലോ ഉത്തേജിപ്പിച്ച്, ഇപ്രാവശ്യം നമ്മൾ ബി ഉത്തേജിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ ഒബ്സർവ് ചെയ്തതെന്ന്. അപ്പോൾ എന്തായാലും നമുക്കെന്ത് പറയാൻ പറ്റും, ബി ഉത്തേജിപ്പിച്ചപ്പോൾ ബാക്കി 5ഉം അതേപോലെ കമ്പനം ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഡിൻ്റെയും എഫിൻ്റെയും ആയത് എന്തായിരിക്കും, ബാക്കിയുള്ളതിനൊക്കെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇനി ഇതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് അനുനാദം. ഡെഫിനേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത്, ഒരു എക്സ്പെരിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ, സി, ഇ എന്ന് പറയുന്നതിൻ്റെ എല്ലാ സംഭവങ്ങളും, അതായത് വസ്തുവിൻ്റെ നീളം, പദാർത്ഥം, ഇലാസ്തികത, സ്വഭാവം, ഈ പറയുന്നതൊക്കെ സെയിമാണ്. അതേപോലെ തന്നെ ബി, ഡി, എഫിൻ്റെ എന്താണ് ഇതേപോലെ സെയിമാണ്. അപ്പോൾ എന്താ, എൻ്റെയും സിൻ്റെയും ഇൻ്റെയും എന്തായിരിക്കും, സ്വാഭാവിക ആവൃത്തികൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എ ഉത്തേജിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രേരണ മൂലം നമ്മൾ എന്താണ്, സിയും ഇയും ഉത്തേജിപ്പിക്കപ്പെടുകയും അതേപോലെ സിൻ്റെയും ഇൻ്റെയും എൻ്റെയും ഒക്കെ എന്താണ് സ്വാഭാവിക ആവൃത്തികൾ തുല്യമാവും ചെയ്തുകൊണ്ട് തന്നെ അതെന്താണ്, ഈ സിയും ഇയും അനുനാദത്തിലാവും. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിൽ കമ്പനം ചെയ്യും. ഇതുകൊണ്ടാണ് സിയും ഇയും എന്താണ് പരമാവധി ആയതിൽ കമ്പനം ചെയ്യണത്. ഇത്രയൊക്കെയാണല്ലോ.
അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് സ്വാഭാവിക ആവൃത്തി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പ്രണോദിത കമ്പനം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അനുനാദം പഠിച്ചു. ഈ 3 സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. അനുനാദമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഇനി നമ്മളൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്യുന്നുണ്ട്. ഈ എക്സ്പെരിമെൻ്റ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു സെറ്റപ്പ് ആദ്യം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള PVC പൈപ്പ് പൂർണ്ണമായും ജലത്തിൽ താഴ്ത്തി വെച്ച ശേഷം ഒരു ബക്കറ്റിൽ, ഇപ്പോൾ ഒരു ഫിഗറിൽ കാണിച്ചിരുന്ന പോലെ ഒരു ബക്കറ്റിൽ ഈ 50 സെൻറ്റിമീറ്റർ നീളമുള്ള PVC പൈപ്പ് ഫുള്ളായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം 512 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് പിടിക്കുക. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് ക്രമമായിട്ട് ഉയർത്തുകയാണ്. അതായത് അതിങ്ങനെ വല്ലാണ്ട് ഇളക്കം വരാണ്ട് സ്റ്റെഡിക്ക് നമ്മളിങ്ങനെ പൊന്തിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിങ്ങനെ പൊന്തിക്കുമ്പോൾ ഇതിലെന്താ വായു കിടക്കുമല്ലോ, ആ വായുവത്തിൻ്റെ ലെങ്ത്ത് നമ്മളിങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ട് എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി നമ്മളിങ്ങനെ പല പല ലെങ്ത്തോളം ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ ഏതോ ഒരു നീളം വരുമ്പോൾ ഈ അവിടുത്തെ ഒരു സൗണ്ട് എന്തായിരിക്കും, കൂടുതൽ കേൾക്കാൻ പറ്റും. ഈ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഉത്തേജിപ്പിച്ച് വെച്ചതിൻ്റെ അവിടുത്തെ ആ ഒരു സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കാരണം വരുന്നത് പ്രണോദിത കമ്പനം അല്ല, കാരണം ഉണ്ടാവുന്ന അനുനാദമാണ്. ഓക്കെ, ഈ എന്താ പറയുക, ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രേരണ മൂലം ആ വായുരൂപം കമ്പനം ചെയ്യും. എന്നിട്ട് ഏതോ ഒരു ലെങ്ത്തിൽ എന്താണ് ഈ വായുരൂപത്തിൻ്റെ ഫ്രീക്വൻസി, അതായത് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആവൃത്തിനോട് ഈക്വലായിട്ട് വരും. അപ്പോൾ ഇതെന്താ അനുനാദത്തിലാവുകയും ആ ഒരു സമയത്ത് ഇത് കൂടുതൽ ആയതിൽ കമ്പനം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് എന്തായി കൂടുതലായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ചോദിക്കട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്ത് നോക്കാൻ പോകുന്നത് വെച്ചാൽ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത് പ്രണോദിത കമ്പനവും അനുനാദമൊക്കെയാണ്. അപ്പോൾ ഒന്നാമത് വരുന്നത് MRI സ്കാനിങ്, പിന്നെ റേഡിയോ ട്യൂണിങ്, പിന്നെ വരുന്നത് ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിൽ, പിന്നെ സ്റ്റെതസ്കോപ്പ്, അതേപോലെ പിന്നെ മെഗാഫോണ്, ഹോണ്, സംഗീതോപകരണങ്ങളായ ട്രംപറ്റ്സ്, നാഗസ്വരം തുടങ്ങിയവ. ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പൊക്കെ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ 2-3 ക്വസ്റ്റ്യനും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താ വെച്ചാൽ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃത്തി 1 ഹെർട്സ് ആണ്, അതിൻ്റെ പീരിയഡ് എത്രയാണ്? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 1 ഹെർട്സ്. ആവൃത്തിൻ്റെ ഡെഫിനിഷൻ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണം. അപ്പോൾ ഒരു സെക്കൻഡിൽ 1 ഹെർട്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഒരു പ്രാവശ്യം, അതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആവൃത്തിയും പീരിയഡും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു. അതായത് ആവൃത്തി എന്ന് പറയുന്നത് 1/, പീരിയഡ്, അതേപോലെ പീരിയഡ് എന്ന് പറയുന്നത് 1/, ആവൃത്തി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ പീരിയഡ് ഈക്വൽ ടു 1/, ആവൃത്തിയാണ്. അപ്പോൾ പീരിയഡ് ഈക്വൽ ടു 1/, ആവൃത്തി എന്ന് പറയുന്നത് 1. അപ്പോൾ 1/1, അതായത് 1. അപ്പോൾ അതിൻ്റെ പീരിയഡ് എത്രയാണ്? 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവൃത്തി എത്ര? ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ്. നേരത്തെ അതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ആവൃത്തി ഈക്വൽ ടു 1/, പീരിയഡാണ്. അപ്പോൾ 1/0.5, അതായത് 2. അതായത് അതിൻ്റെ ആവൃത്തി എത്രയാണ്? 2 ഹെർട്സ് ആയിരിക്കും ആവൃത്തി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, 512 ഹെർട്സ് ആവൃത്തിയുള്ളൊരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിൻ്റെ തണ്ട് മേശമേൽ അമർത്തി വെക്കുന്നു. ഈ അവസരത്തിൽ മേശം കമ്പനം ചെയ്യുമോ? നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ എന്താ കണ്ടുപിടിച്ചത്, എന്തായാലും മേശ കമ്പനം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പേര് പ്രണോദിത കമ്പനാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.